എല്ലാവർക്കും നമസ്കാരം. വളരെയധികം ശ്രദ്ധിക്കപ്പെട്ട യൂട്യൂബറാണ് ധ്രുവരാതി. സമകാലിക വിഷയങ്ങളെക്കുറിച്ച് അദ്ദേഹം ചെയ്ത വീഡിയോസ് മില്യൺ കണക്കിന് ആളുകളാണ് കണ്ടത്. 2024 മെയ് ആദ്യവാരത്തിൽ അദ്ദേഹം ചെയ്തൊരു വീഡിയോ, അതായത് ക്യാൻസറിന് വരെ കാരണമാകുന്ന വിഷാംശങ്ങൾ അപകടകരമായ നിലയിൽ അടങ്ങിയ ഇന്ത്യൻ കറി മസാലകളെ കുറിച്ചുള്ള ഒരു വീഡിയോ, അത് വളരെയധികം ചർച്ച ചെയ്യപ്പെടുകയുണ്ടായി. വളരെയധികം ആശങ്കയോടു കൂടിയാണ് പൊതുജനങ്ങൾ ആ വീഡിയോ കണ്ടത്. തങ്ങളുടെ പൗരന്മാരുടെ ആരോഗ്യത്തിന് ഹാനികരമാകുന്നു എന്നതിനാൽ പല വിദേശ രാജ്യങ്ങളും ഇത്തരം ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്കെതിരെ കർശനമായ നടപടിയെടുത്തപ്പോൾ ഇന്ത്യൻ ഗവൺമെന്റ് അത്തരത്തിൽ യാതൊരു ഇടപെടൽ നടത്താത്തതിനെ കുറിച്ചും ധ്രുവരാതി തെളിവുകൾ സഹിതം വ്യക്തമാക്കുന്നുണ്ട്. ആരോഗ്യപരമായ വിഷയമായതിനാലാണ് മെഡിക്കൽ സ്കെപ്റ്റിക് അത് ചർച്ച ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇന്ത്യൻ മസാലകൾ എങ്ങനെയാണ് അപകടകാരിയാകുന്നത് എന്ന് ഇന്നത്തെ ഈ വീഡിയോയിൽ വിശദീകരിക്കുന്നത്. ഇത്തരം മെഡിക്കൽ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോകൾക്കായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. കൂടെ ഇത് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടും എന്ന് നിങ്ങൾ വിചാരിക്കുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കണം. കാരണം നമ്മുടെ കുടുംബത്തിൻ്റെയും നമ്മുടെ കുട്ടികളുടെയും ആരോഗ്യത്തെ ഗൗരവമായി ബാധിക്കുന്നു എന്നതിനാൽ ഇത്തരം ആരോഗ്യപരമായ വിഷയങ്ങളിൽ ജനങ്ങൾക്ക് എത്തേണ്ടത് അനിവാര്യമാണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഏപ്രിൽ 5 ഹോങ്കോങ് ഫുഡ് സേഫ്റ്റി അസോസിയേഷന്റെ ആദ്യ നോട്ടിഫിക്കേഷൻ വന്നു. അതായത് ഇന്ത്യൻ മസാല ബ്രാൻഡുകളായിട്ടുള്ള MDHന്റെ മദ്രാസ് കറി പൗഡർ, മിക്സഡ് മസാല, സാമ്പാർ മസാല എന്നിവയിലും എവറസ്റ്റിന്റെ ഒരു ബ്രാൻഡായ എവറസ്റ്റിന്റെ ഫിഷ് കറി മസാല എന്നിവയിലും ക്യാൻസറിന് കാരണമാകുന്ന എഥിലീൻ ഓക്സൈഡിന്റെ അളവ് അപകടകരമായ അളവിൽ അടങ്ങിയിട്ടുണ്ടെന്നായിരുന്നു അത്. അതുകൊണ്ട് തന്നെ ഈ ഇന്ത്യൻ പ്രൊഡക്റ്റുകൾ പല രാജ്യങ്ങളും നിരോധിക്കുകയുണ്ടായി. സിംഗപ്പൂർ ഫുഡ് ഏജൻസിയും ഈ എവറസ്റ്റ് ബ്രാൻഡിന്റെ പ്രൊഡക്റ്റുകളിൽ ഫിഷ് കറി മസാലകളിൽ എഥിലീൻ ഓക്സൈഡിന്റെ അളവ് കൂടുതലായി ഉണ്ടെന്ന് കണ്ടെത്തി. സിംഗപ്പൂർ, ഹോങ്കോങ്, മാൽദീവ്സ് എന്നീ രാജ്യങ്ങൾ അത് ബാൻ ചെയ്യുകയും ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, നേപ്പാൾ എന്നീ രാജ്യങ്ങളും ഇത്തരം ബ്രാൻഡുകൾ ടെസ്റ്റ് ചെയ്യുകയും അവർക്ക് നിരോധനം ഏർപ്പെടുത്തുകയും ചെയ്തു. മാത്രവുമല്ല, യൂറോപ്യൻ യൂണിയൻ ഫുഡ് സേഫ്റ്റി 500 ഇന്ത്യൻ പ്രൊഡക്റ്റുകൾ നിരോധിക്കുകയോ തിരിച്ചയക്കുകയോ ചെയ്യുകയുണ്ടായി. എന്നാൽ പിന്നീട് 527 പ്രൊഡക്റ്റുകളിൽ എഥിലീൻ ഓക്സൈഡിന്റെ അളവ് മാരകമായ അളവിൽ ഉണ്ടെന്ന് കണ്ടെത്തി. ഇത് മസാലകളിൽ മാത്രമല്ല, നട്ട്സ്, ഫ്രൂട്ട്സ്, സിറിയൽസ്, വെജിറ്റബിൾസ്, ഐസ്ക്രീം എന്നിവയിലും ഈ എഥിലീൻ ഓക്സൈഡ് ഉണ്ട് എന്ന് പിന്നീട് കണ്ടെത്തുകയുണ്ടായി. ഈ സമയം തന്നെയാണ് US കസ്റ്റംസ് ഈ MDHന്റെ 31% പ്രൊഡക്റ്റുകളിൽ ഇത്തരം മാരകമായ പ്രശ്നങ്ങളുണ്ടെന്ന് കണ്ടെത്തി തിരിച്ചയക്കുകയുണ്ടായി. അതിനൊരു കാരണം പറഞ്ഞത് അവയിൽ അപകടകാരിയായ സാൽമണല്ല ബാക്ടീരിയ എന്ന വൈറസ് ഉണ്ട് എന്നാണ്. ഇവിടെയാണ് രസം. ഈ എഥിലീൻ ഓക്സൈഡ് ചേർക്കുന്നത് ഭക്ഷണങ്ങളിൽ ബാക്ടീരിയ വന്ന് കേടാതിരിക്കാനാണ്. ഇതിനെക്കുറിച്ച് വിശദമായി പിന്നീട് പറയാം. ഒന്നുകിൽ എഥിലീൻ ഓക്സൈഡിന്റെ അളവ് കൂടുതൽ, അല്ലെങ്കിൽ ബാക്ടീരിയ. ഇതാണ് ഇന്ത്യൻ പ്രൊഡക്റ്റുകളുടെ അവസ്ഥ. വിദേശ രാജ്യങ്ങൾ തങ്ങളുടെ ജനങ്ങളുടെ ആരോഗ്യത്തെ സാരകമായി ബാധിക്കുന്ന ഇത്തരം വിഷയങ്ങളിൽ കൃത്യമായി ഇടപെട്ടപ്പോൾ ഇന്ത്യൻ ഗവൺമെന്റ് കടുത്ത നിസ്സംഗത പാലിച്ചു എന്ന് മാത്രമല്ല, അനുവദനീയമായ കീടനാശിനിയുടെ അളവ് 10 മടങ്ങ് വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത്. ഇവിടെയാണ് ഒരു ഭരണകൂടത്തിന് ജനങ്ങളുടെ ആരോഗ്യത്തിന്റെ വിഷയത്തിൽ എത്രത്തോളം ഉത്തരവാദിത്തം ഉണ്ടെന്ന് കാണിക്കുന്നത്. തങ്ങളുടെ പൗരന്മാരുടെ ആരോഗ്യത്തെ സാരമായി ബാധിക്കുമെന്നതിനാൽ വിദേശ രാജ്യങ്ങളെല്ലാം തന്നെ ശക്തമായ നിലപാടെടുക്കുമ്പോൾ ഇന്ത്യൻ ഏജൻസികൾ ഇത്തരം നീച പ്രവൃത്തികൾക്ക് കൂട്ടുനിൽക്കുകയാണ് ചെയ്തത്. എവറസ്റ്റ് ബ്രാൻഡിന് ഇന്ത്യൻ സ്പൈസ് ബോർഡ് അംഗീകാരം നൽകുകയായിരുന്നു. ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ, അതായത് FSSAI എന്നത് മിനിസ്ട്രി ഓഫ് ഹെൽത്തിന്റെ കീഴിലുള്ള ഒരു സംവിധാനമാണ് ഇന്ത്യൻ ഗവൺമെന്റിന്റെ. അവർ ഇതിലൊന്നും നടപടി എടുത്തില്ല എന്ന് മാത്രമല്ല, ഇതിനെല്ലാം കൂട്ടുനിൽക്കുകയാണ് ചെയ്തതെന്നാണ് ഖേദകരമായ വസ്തുത. എല്ലാ രാജ്യത്തും അവരുടെ ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്താൻ ഗവൺമെന്റിന്റെ കീഴിൽ സംവിധാനങ്ങളുണ്ട്. ഇന്ത്യയിൽ ഉള്ള അത്തരമൊരു സംവിധാനമാണ് നേരത്തെ പറഞ്ഞ FSSAI. പ്രശ്നമായപ്പോൾ അവർ പറഞ്ഞത് ടെസ്റ്റ് നടത്താൻ ഞങ്ങൾക്ക് 20 ദിവസം വേണമെന്നാണ്. എന്നാൽ പ്രൈവറ്റ് കമ്പനിയിൽ നിന്ന് അത്തരം ടെസ്റ്റുകൾ വെറും 4 ദിവസത്തിനകം നടത്തി എൻ്റെ റിസൾട്ട് കിട്ടുന്നുണ്ട്. ഇനി എന്തിനാണ് ഈ എഥിലീൻ ഓക്സൈഡ് ഭക്ഷ്യവസ്തുക്കളിൽ ചേർക്കുന്നത് നോക്കാം. അതായത് ഇത് ഒരു ഭക്ഷണം പാക്ക് ചെയ്യുമ്പോൾ ഫ്യൂമിഗേഷൻ എന്നൊരു പ്രോസസ്സ് ഉണ്ട്. അതായത് ഭക്ഷണ സാധനത്തിലേക്ക് അതിൽ ബാക്ടീരിയ, വൈറസ് ഒക്കെ ഏറ്റ് കേടാവാതിരിക്കാൻ വേണ്ടി കളറില്ലാത്തൊരു ഗ്യാസ്, അതായത് ഈ എഥിലീൻ ഓക്സൈഡ് ചേർക്കും. ഈ പ്രോസസ്സിനാണ് നമ്മൾ ഫ്യൂമിഗേഷൻ എന്ന് പറയുന്നത്. ഇനി അതിന് ശേഷമുള്ള മറ്റൊരു പ്രോസസ്സാണ് ഏറിയേഷൻ. അതായത് ഈ ഫ്യൂമിഗേഷന് ശേഷം ചേർക്കുന്ന ഈ എഥിലീൻ ഓക്സൈഡ് നീക്കം ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഏരിയേഷൻ. ഈ ഫുഡ് പ്രോസസ് സമയത്ത് ഏരിയേഷൻ പ്രോസസ്സ് ശരിയായ രൂപത്തിൽ നടന്നിട്ടില്ലെങ്കിൽ ഈ എഥിലീൻ ഓക്സൈഡുമായി ചേർന്ന് 2-chloro ethanol
എന്നീ കെമിക്കൽസ് ഒക്കെ ഉണ്ടാവും. ഇത് ശരീരത്തിന് വളരെയധികം ഹാനികരമായി മാറുന്ന ഒന്നാണ്. ഈ അടുത്ത് ഉസ്ബെക്കിസ്ഥാനിൽ ഇന്ത്യൻ കഫ് സിറപ്പ് കഴിച്ച് 68 കുട്ടികൾ മരിച്ച സംഭവം നിങ്ങളൊക്കെ ഓർക്കുന്നുണ്ടാവുമല്ലോ. അതിൽ ഈ അനുവദനീയമാതിൽ കൂടുതൽ എത്തിലീൻ ഓക്സൈഡ് ഉണ്ടായിരുന്നു എന്നാണ് വസ്തുത. അവിടെ സ്ഥാപന മേധാവിക്ക് 20 കൊല്ലത്തെ ജയിൽ ശിക്ഷയാണ് ഉസ്ബെക്ക് കോടതി വിധിച്ചത്. ഇന്ത്യയിലായിരുന്നെങ്കിൽ അവർ കൂളായിട്ട് ഇറങ്ങി നടന്നേനെ. ദി ഇന്റർനാഷണൽ ഏജൻസി ഫോർ റിസർച്ച് ഓൺ ക്യാൻസർ അഥവാ IARC എന്നൊരു അന്താരാഷ്ട്ര ഏജൻസി ഉണ്ട്. അവര് ക്യാൻസറിന് കാരണമാകുന്ന വസ്തുക്കളെ 4 ഗ്രൂപ്പാക്കി തിരിച്ചിട്ടുണ്ട്. ഗ്രൂപ്പ് 1 എന്നത് കാർസിനോജനിക് ടു ഹ്യൂമൻ, അതായത് മനുഷ്യരിൽ ഉറപ്പായിട്ടും ക്യാൻസർ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് ആ ഗ്രൂപ്പ് 1-ലുള്ളത്. ഗ്രൂപ്പ് 2 എന്നത് പ്രോബബ്ലി ഓർ പോസിബിലി കാർസിനോജനിക് ടു ഹ്യൂമൻ, അതായത് ഒന്നുകിൽ ക്യാൻസറിന് കാരണമായേക്കാം സംശയിക്കുന്നത്. ഇത് 2 ഗ്രൂപ്പ് ഉണ്ട്, A and B ഉണ്ട്. ഗ്രൂപ്പ് 3-ൽ ക്യാൻസറിന് കാരണമാകാത്ത വസ്തുക്കൾ. ഇങ്ങനൊരു ലിസ്റ്റിംഗ് ഈ ഏജൻസി നടത്തിയിട്ടുണ്ട്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ പറഞ്ഞ ഇന്ത്യൻ പ്രൊഡക്റ്റുകളിൽ കണ്ടെത്തിയ ഈ എത്തിലീൻ ഓക്സൈഡ് എന്നത് ഗ്രൂപ്പ് 1-ലാണ്, അതായത് ഉറപ്പായിട്ടും ക്യാൻസർ ഉണ്ടാക്കും. വളരെ കുറഞ്ഞ അളവിൽ തന്നെ ക്യാൻസറിന് കാരണമാകും എന്നർത്ഥം. എത്തിലീൻ ഓക്സൈഡ് DNA-യിൽ പെർമനന്റ് മ്യൂട്ടേഷൻ നടത്തിയിട്ടാണ് ക്യാൻസർ ഉണ്ടാക്കുന്നത്. ഈ എത്തിലീൻ ഓക്സൈഡ് ആണ് ഇന്ത്യൻ പ്രൊഡക്റ്റിൽ യഥേഷ്ടമുള്ളത് എന്നാണ് ഖേദകരമായ വസ്തുത. യൂറോപ്യൻ യൂണിയൻ ഈ എത്തിലീൻ ഓക്സൈഡിനോട് 0 ടോളറൻസ് പോളിസിയാണ് എടുത്തിട്ടുള്ളത്. 2003-ൽ 1 കിലോഗ്രാമിൽ അനുവദനീയമായ എത്തിലീൻ ഓക്സൈഡിന്റെ അളവ് 0.02 മില്ലിഗ്രാം ആയിരുന്നു. അവരത് 2022-ൽ കുറച്ചു 0.01 മില്ലിഗ്രാം ആക്കി. 2023-ൽ അതിനെ പെസ്റ്റിസൈഡ് റെസിഡ്യൂ എന്ന കാറ്റഗറിയിലേക്ക് മാറ്റുകയും ചെയ്തു. ഇതാണ് യൂറോപ്യൻ യൂണിയന്റെ അവസ്ഥയെങ്കിൽ സിംഗപ്പൂരിൽ അനുവദനീയമായ എത്തിലീൻ ഓക്സൈഡിന്റെ അളവ് 50 മില്ലിഗ്രാം പെർ കിലോഗ്രാം ആണ്. ഇത് കുറച്ച് കൂടുതലാണ്. എന്നിട്ടും ഇന്ത്യൻ ഉൽപ്പന്നങ്ങളിൽ അതിനേക്കാൾ ഏറെ അളവിൽ ഈ എത്തിലീൻ ഓക്സൈഡ് ക്യാൻസർ ഉണ്ടാക്കുന്ന വസ്തു ഉണ്ട് എന്നാണ് കണ്ടെത്തിയത്. ഹോങ്കോങ്ങിലും എത്തിലീൻ ഓക്സൈഡിന്റെ അളവ് ഇന്ത്യൻ പ്രൊഡക്ട്സിൽ കണ്ടെത്തി, നേരത്തെ പറഞ്ഞല്ലോ. അവിടെയും കർശന നിയമങ്ങളുണ്ട്. അവരും പെസ്റ്റിസൈഡിന്റെ ഒരു കാറ്റഗറിയിലാണ് ഇത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്, കീടനാശിനിയുടെ കാറ്റഗറിയിലാണ് ഇത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇത്രയൊക്കെ ആയിട്ടും ഇന്ത്യൻ ബ്രാൻഡ് ഉടമകൾ പറഞ്ഞത് തങ്ങളുടെ പ്രൊഡക്റ്റുകൾ സേഫ് ആണെന്നാണ്. അതിന് സാധൂകരിക്കാൻ പറ്റുന്ന ഡോക്യുമെന്റ്സ് ഇന്ത്യൻ ഏജൻസികളിൽ നിന്ന് അവർക്ക് ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. US-ലും നേരത്തെ പറഞ്ഞ MDHന്റെ ബ്രാൻഡിന്റെ പല ഷിപ്മെന്റും തിരിച്ചയച്ചു. കാരണം സാൽമണല്ല ബാക്ടീരിയ കണ്ടെത്തിയെന്നാണ് അർത്ഥം. ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ് ഈ ബാക്ടീരിയ. ഇവിടെ രസകരമായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ സാൽമണല്ല ബാക്ടീരിയ അടക്കമുള്ള ബാക്ടീരിയകൾ വരാതിരിക്കാനാണ് എത്തിലീൻ ഓക്സൈഡ് പാക്കിംഗ് സമയത്ത് ചേർക്കുന്നത്. ഒന്നുകിൽ എത്തിലീൻ ഓക്സൈഡ് കൂടിയ അളവിൽ, അല്ലെങ്കിൽ ബാക്ടീരിയ. നമ്മൾ സാറിന് പറയാറുണ്ടല്ലോ, ഒന്നുകിൽ ആശാന്റെ നെഞ്ചത്ത് അല്ലെങ്കിൽ കരളിക്ക് പുറത്ത് എന്ന്. ഇതാണ് അവസ്ഥ. US-ൽ MDHന്റെ 1/3 ഉൽപ്പന്നങ്ങൾ തിരിച്ചയച്ചപ്പോൾ അവർ MDHന്റെ പ്ലാന്റിൽ US FDA ഒരു പരിശോധന നടത്തി. അവരത് പറഞ്ഞെന്താ വെച്ചാൽ, വൃത്തിയായി സൂക്ഷിക്കാൻ പറ്റാവുന്ന ഒരു സംവിധാനം ഈ പ്ലാന്റിൽ ഇല്ല എന്നായിരുന്നു. ഈ മസാലകൾ മാത്രമല്ല, വിറ്റാമിൻ, മിനറൽ, ബേക്കറി, പ്രോട്ടീൻ, സീ ഫുഡ് അടക്കം 20% ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ US തിരിച്ചയച്ചു. ഇത് ചൈനയുടെ തിരിച്ചയക്കുന്നതിനേക്കാൾ 7 മടങ്ങ് കൂടുതലാണെന്നർത്ഥം. 2023 നവംബർ 14-ന് യൂറോപ്യൻ യൂണിയൻ ഇന്ത്യൻ മഞ്ഞൾപ്പൊടിയിൽ ക്ലോറോപൈറിഫോസ് എന്ന നിരോധിക്കപ്പെട്ട ഒരു കീടനാശിനിയുടെ അംശം കണ്ടെത്തുകയുണ്ടായി. 2020 മുതൽ തന്നെ ഇന്ത്യയിൽ നിന്നുള്ള എള്ളിനെ കുറിച്ച് ബെൽജിയം താക്കീത് നൽകി തുടങ്ങിയിരുന്നു. ശേഷം ഇന്ത്യയിൽ നിന്നുള്ള സീരിയൽസ്, ചോക്ലേറ്റ്, ബിസ്ക്കറ്റ്, ബ്രെഡ്, സ്പൈസസ് എന്നിവയിലും വളരെ പ്രശ്നമുള്ളതായിട്ടാണ് അവർ കണ്ടെത്തി. 2020-ന് ശേഷം യൂറോപ്യൻ യൂണിയൻ ഇന്ത്യൻ ഫുഡിനെ കുറിച്ച് വളരെ സീരിയസ് ആയിട്ടാണ് അവർ കാണാൻ തുടങ്ങിയത്. തങ്ങളുടെ ജനങ്ങളുടെ ആരോഗ്യത്തെ ബാധിക്കുന്ന കാര്യമായതിനാൽ തന്നെ വളരെ ഗൗരവമായിട്ട് അവർ തന്നെ കണ്ടത്. അവർ യൂറോപ്യൻ റാപ്പിഡ് അലേർട്ട് സിസ്റ്റം ഫോർ ഫുഡ് ആൻഡ് ഫീഡ് അഥവാ RASFF എന്ന പേരിൽ ഒരു അലേർട്ട് സിസ്റ്റം തന്നെ കൊണ്ടുവന്നു. അവരുടെ വെബ്സൈറ്റിൽ 2019 മാർച്ച് മുതൽ 2024 മാർച്ച് വരെ 985 നോട്ടിഫിക്കേഷൻ ഇന്ത്യൻ പ്രൊഡക്ട്സിനെ കുറിച്ച് വന്നു എന്നുള്ളതാണ് വസ്തുത. അത് മാത്രമല്ല, ഇന്ത്യയിൽ നിന്നുള്ള നല്ല ജീരകം, ഉലുവ എന്നിവയിൽ ഈ ക്ലോറോപൈറിഫോസ് എന്ന കീടനാശിനി കണ്ടെത്തി. പീനട്ട് ബട്ടർ, നിലക്കടല, അരി എന്നിവയിൽ അഫ്ലാടോക്സിൻ എന്ന വിഷവസ്തു കണ്ടെത്തുകയും ചെയ്തു. ഈ സമയം തന്നെയാണ് എള്ള്, ഒനിയൻ പൗഡർ, വെറ്റില എന്നിവയിൽ സാൽമണല്ല ബാക്ടീരിയ കണ്ടെത്തുന്നത്. ഇനി ഇന്ത്യയിൽ നിന്നുള്ള ആയുർവേദിക് പ്രൊഡക്റ്റുകളുടെ കാര്യമായാലും അതിൽ മെർക്കുറിയുടെ അംശം വളരെ കൂടുതലാണ് എന്ന് കണ്ടെത്തുകയുണ്ടായി. എല്ലാ ഇന്ത്യൻ പ്രൊഡക്റ്റിന്റെ അവസ്ഥ ഇതാണ്. ഗവൺമെന്റ് നിസ്സംഗത തുടർന്നെങ്കിലും നമ്മുടെ സുപ്രീം കോടതി ആ നിലക്ക് ഇടപെടുകയും അതൊരു പ്രതീക്ഷ നൽകുന്നതായിരുന്നു. പതഞ്ജലിയുടെ പരസ്യങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്നത് സുപ്രീം കോടതി അതിനിടെ നിരോധിക്കുകയും ചെയ്തു. 2015 ജൂൺ 3-ന് നെസ്ലയുടെ മാഗി നൂഡിൽസ് ഡൽഹി ഗവൺമെന്റ് നിരോധിച്ചു. ഡൽഹി ഗവൺമെന്റ് ഈ ആരോഗ്യ കാര്യങ്ങൾ കുറെയൊക്കെ കർശനമായി നടപടിയെടുക്കുന്ന ആളുകളാണ്. അതിൽ ലെഡിന്റെയും മോണോസോഡിയം ഗ്ലൂട്ടാമേറ്റിന്റെയും അംശങ്ങൾ കണ്ടെത്തിയതിനെ തുടർന്നായിരുന്നു നടപടി. ഈ സമയത്താണ് പതഞ്ജലി നൂഡിൽസ് ലോഞ്ച് ചെയ്യുന്നത് എന്ന് കൂടെ ഓർക്കണം. ഇത്രയും അപകടകരമായ കെമിക്കൽസ് ഉണ്ടായിട്ടും
നേരത്തെ പറഞ്ഞ ഇന്ത്യൻ ഏജൻസിയായ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ ഒരു നടപടി എടുത്തില്ല എന്നത് ശ്രദ്ധേയമാണ്. സത്യത്തിൽ ഇന്ത്യയുടെ ഈ നിലപാട് എല്ലാവരെയും ഞെട്ടിച്ചു. അതിനിടെ പെസ്റ്റിസൈഡ് ആക്ഷൻ നെറ്റ്വർക്ക് ഇന്ത്യ, അതായത് പാൻ ഇന്ത്യ നടത്തിയ ഒരു പഠനത്തിൽ ഇന്ത്യയിലെ 275 കീടനാശിനികളിൽ 255 മാരകമായ വിഷങ്ങളാണ് എന്ന് കണ്ടെത്തി. അതിൽ 56 ക്യാൻസറിന് കാരണമാകും. മാത്രമല്ല, ഇതിലൊരു പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കുട്ടികളാണ് ഇതിൻ്റെയൊക്കെ ഇര. കുട്ടികളുടെ തലച്ചോറിന്റെ വികാസത്തെ സാരമായി ബാധിക്കുന്നവയാണ് ഇത്തരം കീടനാശിനികൾ. അതുകൊണ്ട് തന്നെയാണ് ഒരുപാട് പ്രശ്നമുള്ള കുട്ടികൾ നമ്മുടെ നാട്ടിൽ ഈ അടുത്ത് കണ്ടെത്താനുള്ള ഒരു കാരണം. ഇതിനൊരു പരിഹാരം എന്താണെന്ന് വെച്ചാൽ ഇത്തരം മാരകമായ കീടനാശിനികളും മറ്റും ഉപയോഗിക്കാതെ തന്നെ കൃഷി ചെയ്യുന്ന ഓർഗാനിക് ഫുഡിലേക്ക് പോവുക എന്നതാണ് ഒരു പരിഹാരം. പക്ഷെ അതിൽ 2 പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, ഇത്തരം ഓർഗാനിക് ഫുഡുകൾ ഭയങ്കര എക്സ്പെൻസീവ് ആണ്. എല്ലാവർക്കും ഇത് സാമ്പത്തികമായിട്ട് സാധിച്ചു കൊള്ളണമെന്നില്ല. മറ്റൊന്ന്, ഇന്ത്യൻ ഓർഗാനിക് ഫുഡിലും ഇത്തരം കീടനാശിനികൾ അംശങ്ങൾ കണ്ടെത്തുന്നു എന്നുള്ളതും ഗൗരവമുള്ള ഒരു വിഷയം തന്നെയാണ്. ഇത്രയൊക്കെ അപകടം ഇന്ത്യൻ ഫുഡുകൾക്ക് ഉണ്ടായിട്ടും ഇന്ത്യൻ ഗവൺമെന്റ് എടുക്കുന്ന നിലപാട് ആണ് വളരെ ആശ്ചര്യകരം. 2024 ഏപ്രിൽ 8 അനുവദനീയമായ കീടനാശിനിയുടെ അളവ് 10 മടങ്ങ് വർദ്ധിപ്പിക്കുകയാണ് ഇന്ത്യൻ ഗവൺമെന്റ് ചെയ്തത്. അതായത് 0.01 മില്ലിഗ്രാം പെർ കിലോഗ്രാം എന്നത് 0.1 മില്ലിഗ്രാം പെർ കിലോഗ്രാം എന്നാക്കി ഉത്തരവിട്ടു. ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ, അതായത് FSSAI പറഞ്ഞത് ആവശ്യത്തിന് പഠനം നടത്തിയിട്ടാണ് ഈ ഉത്തരവ് എന്നാണ്. എന്നാൽ ഇതിനെക്കുറിച്ച് ആധികാരികമായി പഠിച്ച പെസ്റ്റിസൈഡ് ആക്ഷൻ നെറ്റ്വർക്ക് ഇന്ത്യ പറഞ്ഞത് അത്തരത്തിൽ യാതൊരു പഠനവും നടത്തിയിട്ടില്ല എന്നാണ്. മാത്രമല്ല, നിർമ്മാതാക്കൾ നൽകിയൊരു ഡാറ്റ വെച്ചിട്ട് ഇന്ത്യൻ ഗവൺമെന്റ് കീഴിലുള്ള സെൻട്രൽ ഇൻസെക്ടിസൈഡ് ബോർഡ് ആൻഡ് രജിസ്ട്രേഷൻ കമ്മിറ്റി, അതായത് CIBRC, ഇത് അംഗീകരിക്കുകയാണ് എന്നുള്ളതാണ് വസ്തുത. സാധാരണ പൗരന്മാരുടെ ജീവനും ആരോഗ്യത്തിനും യാതൊരു വിലയും നൽകാതെ കുത്തക മുതലാളിമാർക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഈ രൂപത്തിലുള്ള ഒരു ഗവൺമെന്റ് വേറെ എവിടെയെങ്കിലും ഉണ്ടാകുമോ എന്നുള്ളത് നമുക്ക് സംശയമാണ്. ഇനി മറ്റു രാജ്യങ്ങളിൽ നിരോധിച്ച പല കീടനാശിനികളും ഇന്ത്യയിൽ യഥേഷ്ടം ലഭ്യമാണ്. 60% കർഷക മരണങ്ങളും ഇത്തരം കീടനാശിനികൾ മൂലമാണ് എന്നാണ് പഠനങ്ങൾ കാണിക്കുന്നത്. ഇതിനെക്കുറിച്ച് പഠിച്ച് കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ചിട്ട് 4 വർഷം കഴിഞ്ഞാണ് ചില കീടനാശിനികൾ ബാൻ ചെയ്യാൻ ഇന്ത്യൻ ഗവൺമെന്റ് ഉദ്ദേശിച്ചത്. മറ്റു രാജ്യങ്ങൾ 27 കീടനാശിനികൾ നിരോധിച്ചപ്പോൾ ഇന്ത്യയിൽ കേവലം 3 മാത്രമാണ് നിരോധിച്ചത്. മറ്റു രാജ്യങ്ങൾ അവരുടെ ജനങ്ങളുടെ പൗരന്മാരുടെ സുരക്ഷയ്ക്കായി പല നിയന്ത്രണങ്ങളും കൊണ്ടുവരുമ്പോൾ, വിദേശ പ്രൊഡക്റ്റുകളൊക്കെ അവിടെ ഇറക്കുമ്പോൾ നിയന്ത്രണം കർശനമാക്കുമ്പോൾ ഇന്ത്യൻ ഗവൺമെന്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ വിദേശ രാജ്യങ്ങളിലുള്ള ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ നമ്മുടെ നിയമങ്ങളെ മാറ്റുകയാണ് ചെയ്തത് എന്നുള്ളതാണ് മറ്റൊരു ഗൗരവകരമായ വസ്തുത. ഇത് വളരെയധികം പേടിപ്പെടുത്തുന്ന ഒരു വിഷയം തന്നെയാണ്. ഇനി നമ്മൾ കേരളത്തിലെ കണക്ക് പരിശോധിച്ചാൽ കേരളത്തിൽ ഉണ്ടാകുന്ന ആകെ ക്യാൻസറിന്റെ 20% പുകയില ഉപയോഗം മൂലമാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ 40% ക്യാൻസർ ഉണ്ടാകുന്നത് നാം കഴിക്കുന്ന ഭക്ഷണം കൊണ്ടും ജീവിതശൈലിയും കൊണ്ടാണ്. കരൾ രോഗങ്ങൾക്ക് കാരണം ഇത് തന്നെയാണ്. 47% പച്ചക്കറികളിലും അനുവദനീയമായതിലും കൂടുതൽ കീടനാശിനി ഉണ്ടെന്നാണ് വെള്ളായണി കാർഷിക സർവകലാശാല കണ്ടെത്തിയ പഠനത്തിൽ പറയുന്നത്. ഇതിനെക്കുറിച്ച് നാം എല്ലാവരും, പ്രത്യേകിച്ച് വീട്ടമ്മമാർ, ബോധവാന്മാരാവുകയും നമ്മുടെ കുടുംബത്തിന്റെയും നാട്ടുകാരുടെയും ആരോഗ്യത്തെ ഗുരുതരമായി ബാധിക്കുന്ന ഇത്തരം ഭക്ഷണങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റാവുന്നതൊക്കെ ചെയ്തില്ലെങ്കിൽ കാര്യം നമ്മുടെ കയ്യിൽ നിന്ന് പോകും. അപ്പൊ ഇതിന് പ്രായോഗികവും ശാസ്ത്രീയവുമായ നിർദ്ദേശങ്ങളും ആസൂത്രണങ്ങളും ഈ രംഗത്ത് ഉണ്ടാകേണ്ടതുണ്ട്. പറ്റുന്നിടത്തോളം സുരക്ഷമായ കീടനാശിനികളും വിഷാംശങ്ങളും കലരാത്ത ഭക്ഷണം നാമും നമ്മുടെ കുടുംബവും നമ്മുടെ നാട്ടുകാരും കഴിക്കണമെന്ന് ഉറപ്പുവരുത്തുക. പറ്റാവുന്ന രൂപത്തിൽ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുക. നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള കാർഷികോൽപ്പന്നങ്ങൾ പറ്റാവുന്ന രൂപത്തിൽ നാം കൃഷി ചെയ്ത് നാം തന്നെ ഉപയോഗിക്കേണ്ടതുണ്ട്. അത് തന്നെയായിരിക്കും പരിഹാരം. എന്തായാലും ഈ ഒരു വീഡിയോ ജനങ്ങൾക്ക്, പ്രത്യേകിച്ച് വീട്ടമ്മമാർക്ക് ഉപകാരപ്പെടും എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ പരമാവധി ഷെയർ ചെയ്യുക. ഇത്തരം ആരോഗ്യപരമായ വിഷയങ്ങളിൽ കൂടുതൽ വീഡിയോ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.